നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ നുങ്കു രാജ്യവ്യാപകമായി നടന്നിട്ടുള്ള ഈ ഒരു ഓപ്പറേഷനിൽ കേരളത്തിലടക്കം നിരവധി വാഹനങ്ങളാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. ഏതായാലും എന്തായിരിക്കും ഇതിന്റെ ഭാവി എന്നുള്ളതാണ്. കാരണം പുതിയ തലമുറയിലെ യുവതലമുറയിലെ താരങ്ങളടക്കം തന്നെ ഇതിൽ പെട്ടിട്ടുണ്ട്. ഏതായാലും ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി കസ്റ്റംസ് പിടിച്ചെടുത്ത ലാൻഡ് റോവർ വാഹനം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് നടൻ ദുൽഖർ സൽമാൻ കേരള ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. കസ്റ്റംസ് നടപടി ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് അദ്ദേഹം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയാണ് വാഹനം വാങ്ങിയതെന്നും നിയമപരമായി കൈവശം വയ്ക്കുന്ന വാഹനം തിരികെ ലഭിക്കണമെന്നും ഹർജിയിൽ ദുൽഖർ സൽമാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ നടപടിക്രമങ്ങളെയും ഹർജിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. ഓപ്പറേഷൻ നുങ്കോറിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള 4 വാഹനങ്ങളാണ് കസ്റ്റംസിന്റെ നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 2 വാഹനങ്ങൾ ഇതിനോടകം കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുണ്ട്. പിടിച്ചെടുത്ത വാഹനങ്ങളിൽ ഒരെണ്ണം മറ്റൊരാളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ദുൽഖർ സൽമാന്റെ പനമ്പിള്ളി നഗറിലെ വീട്ടിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും കസ്റ്റംസ് പരിശോധന നടന്നിരുന്നു. ദുൽഖറിന്റെ ഒരു വാഹനത്തിന്റെ രജിസ്ട്രേഷനിൽ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നതായി കസ്റ്റംസ് സംശയിക്കുന്നു. ദുൽഖറിന്റെ കൈവശമുള്ള 28 വർഷം പഴക്കമുള്ള ഒരു വാഹനമാണ് പ്രധാനമായും അന്വേഷണത്തിലുള്ളത്. ഈ വാഹനം മറ്റൊരാളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ പരിവാഹൻ വെബ്സൈറ്റിൽ വാഹനത്തിന് 2038 വരെ ഫിറ്റ്നസ് കാലാവധിയുണ്ടെന്ന് കാണിക്കുന്നു. രേഖകളിൽ കൃത്രിമം നടത്തിയാണ് രജിസ്ട്രേഷൻ നേടിയതെന്നാണ് കസ്റ്റംസിന്റെ പ്രാഥമിക നിഗമനം. ഇറക്കുമതി തീരുവ വെട്ടിച്ച് കടത്തിയ 4 വാഹനങ്ങൾ ദുൽഖർ ഉപയോഗിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി മറ്റു 2 വാഹനങ്ങൾ കൂടി ഹാജരാക്കാൻ അദ്ദേഹത്തിന് നോട്ടീസ് നൽകും. ഭൂട്ടാൻ സൈന്യം ഉപേക്ഷിച്ച വാഹനങ്ങൾ നികുതി വെട്ടിച്ച് കേരളത്തിലെത്തിച്ച് രജിസ്റ്റർ ചെയ്യുന്ന സംഘത്തെ കണ്ടെത്താനുള്ള ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായാണ് ചൊവ്വാഴ്ച രാജ്യവ്യാപകമായ റെയ്ഡ് നടന്നത്. ദുൽഖറിന്റെ കൊച്ചി ഇളംകുളത്തെ വസതിയിലും മമ്മൂട്ടിയുടെ പനമ്പള്ളി നഗറിലെ ഗ്യാരേജിലും കസ്റ്റംസ് പരിശോധന നടത്തിയിരുന്നു. കേസിന്റെ ഭാഗമായി നടന്മാരായ പൃഥ്വിരാജ്, അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീടുകളിലും പരിശോധന നടന്നു. അമിത് ചക്കാലക്കിന്റെ വീട്ടിൽ നിന്ന് വർക്ക്ഷോപ്പിൽ നിന്നുമായി 8 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തിരുന്നു. അതേസമയം പൃഥ്വിരാജിന്റെ തേവരയിലെ ഫ്ളാറ്റിൽ പരിശോധന നടത്തിയെങ്കിലും സംശയത്തിലുള്ള വാഹനം കണ്ടെത്താനായില്ല. ഇത്തരത്തിൽ കേരളത്തിലേക്ക് കടത്തിയ 140-ലധികം വാഹനങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് കസ്റ്റംസ് വിലയിരുത്തൽ. കേരളത്തിലേക്കുള്ള വാഹനക്കടത്ത് സംഭവത്തിൽ കസ്റ്റംസ് റെയ്ഡിന് പിന്നാലെ നിരത്തുകളിൽ നിന്ന് അപ്രത്യക്ഷരായി ഭൂട്ടാൻ വണ്ടികൾ. കൊച്ചിയിലും കോഴിക്കോടുമാണ് ഇത് ഏറ്റവും പ്രകടമെന്നാണ് മോട്ടോർ വാഹന വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഭൂട്ടാനിൽ നിന്ന് ഒഴിവാക്കുന്നതോ വിദേശങ്ങളിൽ നിന്ന് മോഷ്ടിച്ചതോ ചെറിയ വിലയ്ക്ക് വാങ്ങിയ ഭൂട്ടാനിലെത്തിച്ച് ഇന്ത്യയിലേക്ക് കടത്തുന്ന വാഹനങ്ങളാണ് ഭൂട്ടാൻ വണ്ടികൾ എന്നറിയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം കസ്റ്റംസ് സംസ്ഥാനത്തെ 35ഓളം സ്ഥലങ്ങളിൽ നടത്തിയ റെയ്ഡിൽ ഇത്തരത്തിൽ പെട്ടതെന്ന് സംശയിക്കുന്ന 38 വാഹനങ്ങൾ പിടികൂടിയിരുന്നു. കേരളത്തിലേക്ക് കടത്തിയിട്ടുള്ളത് 200ഓളം വാഹനങ്ങളാണെന്നാണ് കസ്റ്റംസിന്റെ പക്കലുള്ള വിവരം. ആ വാഹനങ്ങളെക്കുറിച്ച് വിവരങ്ങളും ഉണ്ടെങ്കിലും വാഹനങ്ങൾ പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കേരളത്തിലേക്ക് കടത്തിയ ബാക്കി വാഹനങ്ങൾ എവിടെ? ഭൂട്ടാൻ സൈന്യം ഉപയോഗിച്ച് 4-5 വർഷമാകുമ്പോൾ ഉപേക്ഷിക്കുന്ന വാഹനങ്ങൾ എന്ന പേരിലാണ് കുറഞ്ഞ വിലയ്ക്ക് ഇവ ഇന്ത്യയിൽ എത്തിച്ച് വിൽപ്പന നടത്തിയിരുന്നത്. ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശിന്റെ ചില ഭാഗങ്ങൾ, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നടത്തും. പലയിടത്തെയും RT ഓഫീസിലെ ജീവനക്കാരുടെ സഹായത്തോടെയാണ് ഇത് നടക്കുക. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വാഹനവുമായി രജിസ്റ്റർ ചെയ്യുന്നതോടെ 1ാം ഘട്ടം അവസാനിക്കുന്നു. പിന്നീട് ഏജന്റുമാർ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ആവശ്യക്കാരെ തേടും. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സമൂഹ മാധ്യമങ്ങൾ ഇതിന് നന്നായി ഉപയോഗിക്കുന്നു. ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രജിസ്ട്രേഷൻ ആയതിനാൽ പരസ്യമായി തന്നെ വിവരങ്ങൾ പങ്കുവെക്കുന്നതിന് തടസ്സമില്ല. ഇത്തരം പല ഗ്രൂപ്പുകളും സമൂഹ മാധ്യമങ്ങളിലുമുണ്ട്. വാട്സ്ആപ്പ് കൂട്ടായ്മകളുണ്ട്. ഇതിൽ വളരെ ആഴത്തിൽ ഇടപെടുന്ന ആളുകൾക്കല്ലാതെ ഈ വാഹനങ്ങളുടെ ഉറവിടത്തെക്കുറിച്ചൊന്നും പലർക്കും വലിയ ധാരണ കാണില്ല. 20 മുതൽ 30 വർഷം പഴക്കമുള്ള വാഹനം വില കുറച്ച് 20 മുതൽ 40 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നു എന്നാണ് പലരും കരുതുന്നത്. ഇത്തരത്തിൽ കോയമ്പത്തൂർ സംഘം വഴി 200ഓളം വാഹനങ്ങൾ കേരളത്തിൽ എത്തിച്ചിട്ടുണ്ട് എന്നാണ് കസ്റ്റംസ് പറയുന്നത്. അങ്ങനെയാണ് 38 എണ്ണം പിടികൂടിയതും. ഇതിൽ ഭൂരിഭാഗം SUVകളും അതിൽ തന്നെ ടൊയോട്ടോ ലാൻഡ് ക്രൂയിസറുമാണ് മിക്ക വാഹനങ്ങളും. ഇടനിലക്കാരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ കാറും എവിടെയാണുള്ളതെന്ന് കസ്റ്റംസിന് അറിയാം. പക്ഷേ ഈ കാറുകളൊന്നും കസ്റ്റംസിന്റെ കൺവെട്ടത്തില്ല, അല്ലെങ്കിൽ അവയൊക്കെ സ്ഥലത്ത് നിന്ന് മാറ്റിയെന്നാണ് വിവരം. കൊച്ചിയുടെ രാത്രി വൈബുള്ള പ്രദേശങ്ങളിലൊക്കെ ഇത്തരം കാറുകളുടെ വലിയ സാന്നിധ്യം മുൻപ് രാത്രിയായിൽ ഉണ്ടായിരുന്നു. എന്നാൽ കുറച്ചു നാളുകളായി അവയെല്ലാം അപ്രത്യക്ഷമായെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. സംസ്ഥാനത്തിന് പുറത്തേക്ക് കടത്തിയ വാഹനങ്ങളും ഇക്കൂട്ടത്തിലുണ്ടെന്ന് കസ്റ്റംസ് സംശയിക്കുന്നു. ചിലരുടെയൊക്കെ പേരിൽ വാഹനമുണ്ടെന്ന് അവകാശപ്പെട്ടാലും തൊണ്ടി മുതൽ കണ്ടെത്താതെ കസ്റ്റംസിന് മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ട് തന്നെ പിടിച്ചെടുത്ത വാഹനങ്ങളുടെ രേഖകൾ സൂക്ഷ്മമായി പരിശോധിച്ച് കേസെടുക്കാൻ സാധിക്കുമോ എന്ന ശ്രമത്തിലാണ് കസ്റ്റംസ്.